നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻവി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അവസാന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതയിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുണ്ട്. അതുകൂടാതെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റു പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരും ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകൾ കൂടി നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒന്നാമത് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിട്ടിരുന്ന വ്യക്തി ആരാണ്? അത് BN റാവു ആണ്. ആരാണ്? BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ്, ലീഗൽ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ച ആരാണ്? BN റാവു ആണ്. ഇദ്ദേഹം പിന്നീട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നുള്ള പ്രത്യേകതയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി, ആ പദവിയിൽ ഇരുന്നത് HVR അയ്യങ്കാർ. ആരാണ്? HVR അയ്യങ്കാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. ഇനി നമ്മുടെ ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന കവർ പേജിന് ഒരു ഡിസൈനൊക്കെ ഉണ്ട്. നമ്മൾ നെറ്റിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നമുക്ക് ആ ഡിസൈൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ കവർ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ആരാണ്? നന്ദലാൽ ബോസ് ആണ് ഭരണഘടനാ നിർമ്മാണ നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത്. അടുത്തത് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമുഖം പേജും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആമുഖം തന്നെയല്ല, ഭരണഘടനയുടെ ഓരോ പേജുകളിലും ഓരോ ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളുണ്ട്. എല്ലാം നമ്മൾ കാണാൻ പഠിക്കുക എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമുഖം ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു ആമുഖ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് റാം മനോഹർ സിൻഹ എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? റാം മനോഹർ സിൻഹ എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ കോപ്പി എന്ന് പറയുന്ന ഹാൻഡ് റിട്ടൺ ആണ്, കയ്യെഴുത്ത് പ്രതിയാണ് വരുന്നത്. അപ്പം ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പി അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരയൻ റെയ്സ്താൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? പ്രേം ബിഹാരി നരയൻ റെയ്സ്താൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് കോപ്പി എഴുതി തയ്യാറാക്കുന്നത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ആദ്യത്തേത് ഇംഗ്ലീഷിലാണ് കയ്യെഴുത്ത് പ്രതി വരുന്നത്. അതോടൊപ്പം തന്നെ ഈക്വലായിട്ട് തന്നെ, പാരലായിട്ട് തന്നെ ഈ പറയുന്ന ഹിന്ദി വേർഷൻ നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. ഹിന്ദി വേർഷന്റെ ആദ്യത്തെ കയ്യെഴുത്ത് കോപ്പി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ആരാണ്? വസന്ത് കൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് കോപ്പി എഴുതി തയ്യാറാക്കിയ ആരെന്ന് ചോദിച്ചാൽ വസന്ത് കൃഷ്ണൻ. എന്നാൽ ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ പ്രേം ബിഹാരി നരയൻ റെയ്സ്താൻ. എന്നാൽ ഹിന്ദി എന്ന് ചോദിച്ചാലാണ് ആരുടെ പേര് പറയേണ്ടത്? വസന്ത് കൃഷ്ണന്റെ പേര് പറയേണ്ടതെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്തത് ഈ പറയുന്ന ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാന ചില വസ്തുതയിലേക്കാണ്. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാന ഘട്ടത്തിലെ ചില കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനാ നിർമ്മാണ സഭ ആകെ എത്ര ദിവസമാണ് സമ്മേളിച്ചത്? നമ്മൾ ആദ്യം കണ്ടു 1946 രൂപീകരിക്കുന്നു. 46 ഡിസംബർ 6-ാം തീയതി രൂപീകരിച്ചു, ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെ 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്ത് സമ്മേളിച്ചത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണം 165ആണ്. ഇനി അത് എത്ര സെക്ഷനുകളായിട്ടാണെന്ന് ചോദിച്ചാൽ 11 സെക്ഷൻ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ആകെ എത്ര സെക്ഷനുകൾ കൂടി, അതായത് എത്ര മീറ്റിങ്ങുകൾ, അതായത് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റിന് തുടങ്ങി ഒരു ഡേറ്റിന് എൻഡ് ചെയ്യുന്നു, അതിന് ഒരു സെക്ഷൻ. ഇപ്പം നമ്മൾ കണ്ടു 1949 നമ്മൾ കണ്ടു 1946 ഡിസംബർ 9-ന് ആദ്യത്തെ സെക്ഷൻ ആരംഭിക്കുന്നു, ആ സെക്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 23-നാണെന്ന് കണ്ടു. അപ്പൊ അങ്ങനെ ഈ പറയുന്ന അതൊരു സെക്ഷൻ, അങ്ങനെ 11 സെക്ഷനുകളിലായിട്ട് 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആകെ സമ്മേളിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ കണ്ടു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ പ്രാധാന്യമുണ്ടായിരുന്ന കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആകെ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണമാണ് 114. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആകെ എത്ര ദിവസം സമ്മേളിച്ചു എന്ന് ചോദിച്ചാൽ 114 ദിവസമാണ്.
ഇനി അടുത്ത അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് ചെലവായത്. അപ്പൊ 1940-കളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അന്ന് ചെലവായ തുകയാണ് ഏകദേശം 64 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചിലവായ തുക എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 64 ലക്ഷം രൂപയാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഭരണഘടന രൂപീകരിക്കാൻ എത്ര നാളെടുത്തു? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ എടുത്ത സമയം എത്ര എന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് പറയുമ്പോൾ പലർക്കും പല സംശയവും വരും. പല പുസ്തകങ്ങളിലും 17 ആണല്ലോ എന്നൊരു സംശയമൊക്കെ വരും. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവിൽ ഈ പറയുന്ന 18 എന്നും പറയുന്നുണ്ട്, 17 എന്നും പറയുന്നുണ്ട്. എന്തുവായാലും ഈ പറയുന്ന പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഓപ്ഷനിൽ ഇതുവരെ എന്തുവായാലും രണ്ടും കൂടി തന്നിട്ടില്ല, 17ഉം 18ഉം തന്നിട്ടില്ല, ഏതെങ്കിലും ഒന്നേ തന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 17 ആണ് തരുന്നതെങ്കിൽ 17 എന്ന് എഴുതുക, 18 എന്നാണെങ്കിൽ 18 എന്ന് എഴുതുക, രണ്ടും കൂടി തരത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ പോകുന്നു. പലയിടത്തും രണ്ടും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ ക്ലാസ് തൽക്കാലം 18 എന്ന് പറയുന്നു, പരീക്ഷയ്ക്ക് 2 ഓപ്ഷൻ കൂടി വരത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പേ പറഞ്ഞു 46 ഭരണഘടനയുടെ രൂപീകരണം തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഭരണഘടനയുടെ തയ്യാറെടുപ്പ് 46 തുടങ്ങിയെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിക്കുന്നത് 1949 നവംബർ 26-ാം തീയതിയാണ്. എന്നാണ് 1946 എന്നാണ് 1949 നവംബർ 26, 1949 നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിക്കുന്നത്. അങ്ങനെ നവംബർ 26 നമ്മൾ അതുകൊണ്ട് നിലവിൽ എങ്ങനെ ആചരിക്കുന്നുണ്ട്? ദേശീയ തലത്തിൽ ഭരണഘടനാ ദിനമായിട്ടും അല്ലെങ്കിൽ ദേശീയ നിയമ ദിനമായിട്ടും ആചരിക്കുന്നത് എന്നാണ് നവംബർ 26 ആണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-ാം തീയതി. അതുകൊണ്ട് നിലവിൽ നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായിട്ടും നിയമ ദിനമായിട്ടും ആചരിക്കുന്നത് നവംബർ 26 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നവംബർ 26 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ദേശീയ തലത്തിൽ ക്ഷീരദിനമായിട്ട്, നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതും ഈ നവംബർ 26 ആണ്. ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പ്രത്യേകത വരുന്നത്. ഇതിനോട് ചേർത്ത് അതുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ദിനം എന്ന രീതിയിലും നിയമ ദിനം എന്ന രീതിയിലും ആചരിക്കുന്നത് നവംബർ 26 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ഡേറ്റ് അവിടെ ഓർത്തിരിക്കേണ്ടത് 1950 ജനുവരി 24 ആണ്. 1950 ജനുവരി 24-ാം തീയതി. അപ്പം 49-ൽ ഭരണഘടന എഴുതി പൂർത്തീകരിച്ചു. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്. ഇപ്പം ഭരണഘടനയുടെ ആദ്യത്തെ പേജിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ അംഗങ്ങളും ഒപ്പുവെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെക്കുകയും ആനമുദ്രയുടെ ഒരു സീല് കൂടി വെച്ചാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 284 പേര് അതിൽ ഒപ്പുവെച്ച ഡേറ്റ് ആണ് 1950 ജനുവരി 24 എന്നാണ്. 1950 ജനുവരി 24 എന്ന് ഓർത്തിരിക്കുക. ഇനി അങ്ങനെ 1950 ജനുവരി 24-ാം തീയതി എല്ലാവരും ഒപ്പുവെക്കുന്നു. അതിനുശേഷം 1950 ജനുവരി 26-ാം തീയതിയാണ് എന്ത് നിലവിൽ വരുന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26 എന്ന് ഓർത്തിരിക്കുക. അപ്പം അത് പൂർത്തീകരിക്കുന്ന എഴുതി തയ്യാറാക്കുന്ന 49 നവംബർ 26-നാണെങ്കിലും ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ് 1950 ജനുവരി 26-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ജനുവരി 26 തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പിന്തുടർച്ച കിട്ടുന്നതിന് വേണ്ടിയാണ് ജനുവരി 26-ാം തീയതി ഭരണഘടന നിലവിൽ വരുന്ന ദിവസം എന്ന രീതിയിൽ തെരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി 1-2 പോയിന്റുകൾ കൂടി നോക്കി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ്. നമ്മൾ കണ്ടു 1950-ൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. അപ്പോൾ 50-ൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഘടന എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഒരു ആമുഖവും
395 ആർട്ടിക്കിളും 22 ഭാഗവും 8 പട്ടികയും അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അത് എപ്രകാരമായിരുന്നു അതിന്റെ ഘടനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാമുഖമുണ്ടായിരുന്നു. എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ, 22 ഭാഗങ്ങൾ, അതുപോലെ 8 പട്ടിക. ഇത്രയും അടങ്ങുന്നതായിരുന്നു 1950 ഇന്ത്യൻ ഭരണഘടനയെങ്കിൽ ഇന്ന് ഈ പറയുന്ന 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എപ്രകാരമായിരിക്കും? അത് വളരുകയാണോ ചുരുങ്ങുകയാണോ ചെയ്ത്? തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടന തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരാമുഖമുണ്ട്. ആർട്ടിക്കിൾ 395 എന്നുള്ളത് 470+, അതായത് 470 കൂടുതൽ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. കാരണം കൃത്യമായിട്ടൊരു അക്കൗണ്ട് പറയാത്തതിന്റെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഭരണഘടനയിൽ ഭേദഗതികളും മറ്റും വന്നുകൊണ്ട് ആർട്ടിക്കിളിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, 470 ആർട്ടിക്കിൾ കൂടുതൽ ആർട്ടിക്കിൾ ഭരണഘടനയിലുണ്ട്. 25 ഭാഗം, 12 പട്ടിക. അപ്പൊ നിലവിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരാമുഖവും 470 ആർട്ടിക്കിളും 25 ഭാഗവും 12 പട്ടികയും അടങ്ങുന്നതാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 പറഞ്ഞു. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില ആർട്ടിക്കിളുകൾ നേരത്തെ നിലവിൽ വരുന്നുണ്ട്. അതായത് 1949 നവംബർ 26 അന്ന് മുൻകാല പ്രാബല്യത്തോടെ ചില ആർട്ടിക്കിൾ നിലവിൽ വരുന്നുണ്ട്. അതിൻ്റെ മറ്റു വസ്തുതകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ആർട്ടിക്കിൾ ഏതാണെന്നൊന്ന് ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. മുഴുവനും കൂടി കാണാതെ പഠിക്കുക എളുപ്പമല്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ചില ആർട്ടിക്കിളുകൾക്ക് മുൻകാല പ്രാബല്യം നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമല്ലോ. ആ രീതിയിലൊന്ന് ഓർത്തിരുന്നോണം. 5-ാമത്തെ ആർട്ടിക്കിൾ 6, 7, 8, 9, 60, 240, 60, 324, 366, 367, 369, 379, 380, 388, 391, 392, 393. ഇത്രയും ആർട്ടിക്കിളുകൾക്ക് എന്തുണ്ടായിരുന്നു? മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നു. അത് 1949 നവംബർ 26 നിലവിൽ വന്നിരുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ കൂടി അംഗീകാരം നൽകിയാണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകളിലേക്ക് കൂടി പോകാം. നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയതെന്നാണ്. അത് 47 ജൂലൈ 22. നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ഡേറ്റ് 47 ജൂലൈ 22. ഇനി അവിടെ ഒരു പേര് ഓർത്തിരുന്നോണം, ഹാൻസ മേത്ത. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. അവര് ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകുന്നു. ആ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കൈമാറിയ വനിത, അതായത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ദേശീയ പതാക ഉയർത്തണം. അതിനുവേണ്ടി നമ്മുടെ ദേശീയ പതാക ഇന്ത്യയിലെ വനിതകളുടെ പ്രതിനിധി എന്ന രീതിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കൈമാറിയ ഒരു വനിതയുണ്ട്. അവരുടെ പേരാണ് ഹാൻസ മേത്ത. ഇവര് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു അംഗമായിരുന്ന വനിത കൂടിയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ ഭാഷയായിട്ട് അല്ലെങ്കിൽ ഹാൻസ മേത്ത എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഹിന്ദിയെ ഇന്ത്യയുടെ ഈ പറയുന്ന ഔദ്യോഗിക ഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത് എന്നാണ്. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്, ആ പദം ശ്രദ്ധിച്ചോണം, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, വേറൊന്നുമല്ല, ഔദ്യോഗിക ഭാഷ എന്ന രീതിയിൽ ഹിന്ദി അംഗീകരിക്കുന്നത് 49 സെപ്റ്റംബർ 14. അതുകൊണ്ടാണ് ഹിന്ദി ദിനമായിട്ട് സെപ്റ്റംബർ 14 നമ്മൾ ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം. ഇതിന് രണ്ടിനും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകുന്നത് 50 ജനുവരി 24 അപ്പം നേരത്തെ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഏറ്റവും ഒടുവിൽ കൂടി ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 പറഞ്ഞു. അന്നാണ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയതെന്ന് ഓർത്തിരിക്കുക.
അടുത്തത് ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ ദേശീയ മുദ്ര നിലവിൽ വരുന്നത് 1950 ജനുവരി 26 തീയതിയാണ്. 1950 ജനുവരി 26 തീയതിയാണ് നമ്മുടെ ദേശീയ മുദ്ര നിലവിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും പരീക്ഷാ തലങ്ങളിൽ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ചത് കൊണ്ട് തന്നെ ഒരു സെക്ഷൻ കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ വർഷങ്ങളോളം എടുത്താണ് ഇത് തയ്യാറാക്കുന്നതെങ്കിലും ഈ ഭരണഘടനാ നിർമ്മാണ സഭ ചില രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരുന്നോണം. കാരണം ഇപ്പോഴത്തെ ഒരു പരീക്ഷാ ട്രെൻഡ് അനുസരിച്ച് അതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റ് പോയിന്റുകൾ കൂടി നോക്കി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഞാനിത് ഇംഗ്ലീഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പറയാനൊന്നുകൂടെ എളുപ്പം ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പം ഒന്നാമത്തേത് ഏത് രീതി വേണമെങ്കിലും മനസ്സിലാക്കി പോവുക. അപ്പോൾ ഒന്നാമത്തെ വിമർശനമായിട്ട് വരുന്നതാണ് നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രാതിനിധ്യ സഭയല്ല എന്നുള്ളതാണ് ഒരു വിമർശനം. നമ്മൾ ആദ്യം കണ്ടു ഇതിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധികളും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തെരഞ്ഞെടുപ്പിലൂടെയും നോമിനേറ്റഡുമായിട്ടുള്ള അംഗങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ശരിക്കും ഒരു പ്രാതിനിധ്യ സഭ അല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വിമർശനം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ മറ്റു വസ്തുതയിലേക്ക് പോകേണ്ട, പോയിന്റ് മാത്രം ഇവിടെ ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, അടുത്തത് നോട്ട് എ സോവറിൻ ബോഡി. ഇതൊരു പൂർണ്ണമായിട്ടും ഒരു പരമാധികാര ബോഡിയാണെന്ന് ഒരിക്കലും ഇതിനെപ്പറ്റി പറയാൻ സാധിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നൊന്നുമല്ല, ഈ പറയുന്ന ഭരണഘടനാ വിദഗ്ധർ പറയുന്ന അഭിപ്രായമാണെന്ന് ഓർത്തിരിക്കുക. ഒരു പൂർണ്ണമായിട്ടും പരമാധികാരമുള്ള ഒരു ബോഡി അല്ലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഇനി അടുത്ത ഒരു വിമർശനം എന്ന് പറയുന്നതാണ് ടൈം കൺസ്യൂമിങ്. അതായത് ഇത് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ഇവർ ഒരുപാട് സമയമെടുത്തു. ശരിയാണ്, ഏകദേശം 3 വർഷത്തോളം എടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയമെടുത്തു എന്നുള്ളത് ഒരു വിമർശനമാണ്. മറ്റൊരു വിമർശനമാണ് ഡോമിനൻസ് ബൈ കോൺഗ്രസ്. അതായത് ഇതിലെ ഭൂരിഭാഗം സീറ്റുകളും ഡോമിനേറ്റ് ചെയ്തിരുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. കാരണം ഈ പറയുന്ന 208 സീറ്റോളം കോൺഗ്രസിൻ്റെ തന്നെയായിരുന്നു. അപ്പം കോൺഗ്രസിന് ഇതിലൊരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു. നിലവിലും ആ ഒരു വിമർശനം ശക്തമാണ്. ഇനി മറ്റൊന്ന്, ഇതിലെ ഒരു മജോറിറ്റി ആൾക്കാരും ലോയേഴ്സ് ആയിരുന്നു, അതായത് വക്കീലന്മാരായിരുന്നു. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ, പട്ടേൽ, ഇവരൊക്കെ എന്താണ്? വക്കീലന്മാരാണ്. അപ്പം ഇതിലെ ഒരു നല്ല ശതമാനം ആൾക്കാരും വക്കീലന്മാരായിരുന്നു. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഭരണഘടന എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് വായിച്ചാൽ അത് മനസ്സിലാകത്തില്ല. ഇപ്പം കാരണം അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നിയമത്തിൻ്റെ ഭാഷയിലാണ്. അപ്പോൾ അത് ഇന്റർപ്രറ്റ് ചെയ്താലേ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു പോരായ്മ തന്നെയാണ്. അപ്പം ഈ നിയമജ്ഞർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഇതിൻ്റെ അകത്ത് ഡോമിനേറ്റ് ചെയ്തിരുന്നു എന്നത് ഇതിൻ്റെ ഒരു വിമർശനമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് പൊളിറ്റീഷ്യൻസിൻ്റെ ഡോമിനൻസ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആൾക്കാരെല്ലാം രാഷ്ട്രീയ പ്രതിനിധികളാണ്. ഇപ്പം സമൂഹത്തിലെ മറ്റു വിഭാഗത്തിൽ വരുന്ന ആൾക്കാരൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. കർഷകരോ അല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാപകരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ അവരൊന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നില്ല. അതും ഒരു വിമർശനമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അവസാനമായിട്ട് വരുന്ന ഒരു വിമർശനം കൂടിയുണ്ട്, ഡോമിനേറ്റഡ് ബൈ ഹിന്ദുസ്. അതായത് ഇതിലെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഹിന്ദുക്കളായിരുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിദഗ്ധർ നൽകുന്ന വിമർശനമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? എത്രയാണ്? ഈ പറയുന്നത് 389 പേര്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ പേര് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി എഴുതുക എന്ന് പറയുന്നത് സാധ്യമാണോ? അല്ല. ഓക്കെ, എന്നാൽ ഈ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിക്കാൻ കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമല്ലാതിരുന്ന വ്യക്തി ആര് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആ ഓപ്ഷൻ്റെ അകത്ത് വരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ആരായിരിക്കും?
ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല നേതാക്കന്മാരുടെ പേരുകളും നമ്മൾ പരിശോധിച്ചു അല്ലെങ്കിൽ കണ്ടു. പക്ഷെ അവിടെ എവിടെയും ഗാന്ധിയുടെ പേര് കണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗമല്ലാതിരുന്ന വ്യക്തി ആര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഗാന്ധിയാണ്. അപ്പം മഹാത്മാഗാന്ധി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗം അല്ലായിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭരണഘടന നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനയുടെ രൂപീകരണം എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് ഓർത്തിരുന്നോണം. 4 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തത്. അത്യാവശ്യം ഒരുപാട് കണ്ടന്റ് ഉള്ള ഒരു ഭാഗമാണ്. വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചോണം, കാരണം ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അപ്പം 4 ക്ലാസ്സിലൂടെയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.